നമ്മൾ ഇൻട്രൊഡക്ഷൻ ടോക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സെക്ഷന് നമുക്ക് നേതൃത്വം നൽകുന്നത് ഷാലോം പ്രയർ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന ഗ്ലാഡിസ് സെൻസിയാണ്. നമുക്ക് സഹോദരിയോട് ചേർന്നിരുന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം കൂടി ഒന്ന് കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ നമ്മെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഈ നിമിഷങ്ങളെ നമുക്കൊന്ന് കൊടുക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തരണമേ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുവാൻ കൃപ നൽകണമേ. അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് വലിയ സ്നേഹത്തോടെ ആഗ്രഹത്തോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. നമുക്കറിയാം, അമ്മയാണ് നമ്മുടെ മധ്യസ്ഥയും നമ്മെ നയിക്കുന്നവളും. നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നത് പരിശുദ്ധ അമ്മയാണ്. ഷാലോം മിനിസ്ട്രിയുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ഓ പ്രിയപ്പെട്ട അമ്മേ, മക്കളായ ഞങ്ങൾ വലിയ സന്തോഷത്തോടെ അമ്മയോട് ചേർന്ന് ഇവിടെ ആയിരിക്കുകയാണ്. അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് അമ്മയോട് പറയാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് അമ്മയുടെ ആ വിമല ഹൃദയത്തിൻ്റെ തിരുസ്വരൂപം നമ്മുടെ ഹൃദയത്തിലൊന്ന് ദർശിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗീയ വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈ രാത്രി കാലത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ വലിയ ആശ്വാസവും സ്നേഹവും സമാധാനവും കൊണ്ടൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു രാജാവ് തൻ്റെ പ്രജകളെയൊക്കെ ആളയച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. നമുക്കറിയാം, രാജകൽപ്പന എന്ന് പറഞ്ഞാൽ ധിക്കരിക്കുവാൻ പാടില്ല. അപ്പോൾ എല്ലാവരും രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ രാജാവ് വിളിപ്പിച്ചത് എന്തിനായിരുന്നു എന്നുള്ള ഉദ്ദേശം അദ്ദേഹം വ്യക്തമാക്കി. പുതുതായിട്ട് താനൊരു സ്വർണ്ണ പ്രതിമയെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 60 മുഴം നീളവും 6 മുഴം വണ്ണവുമുള്ള വലിയൊരു സ്വർണ്ണ പ്രതിമ. ഈ പ്രതിമയുടെ പ്രതിഷ്ഠാ കർമ്മത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി എല്ലാ പ്രജകളെയും വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിൽ എല്ലാവരും ഉണ്ടായിരുന്നു, ദേശാധിപതികളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഒരു വിളംബരം അവിടെ പുറപ്പെടുവിച്ചു. രാജാവിൻ്റെ വിളംബരമാണ്. ഇപ്രകാരമായിരുന്നു വിളംബരം: കൊമ്പ്, കുഴൽ, തന്ത്രീനാദങ്ങൾ മുതലായ സംഗീത ഉപകരണങ്ങൾ, വാദ്യനാദം പുറപ്പെടുവിക്കുമ്പോൾ എല്ലാവരും കമിഴ്ന്നു വീണ് ഈ പ്രതിമയെ ആരാധിക്കണം. ഇനി ആരാധിച്ചില്ലെങ്കിൽ ഒരു ശിക്ഷയുണ്ട്. അതെന്താണെന്നോ? അതായത് അങ്ങനെ ആരാധിച്ചില്ലെങ്കിൽ ആരാധിക്കാത്തവരെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയും. ഇതായിരുന്നു ശിക്ഷ. ഈ വിളംബരം കേട്ടുകഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ പ്രജകളെല്ലാം വലിയ ഭയത്തോടെ, കാരണം ഈ പ്രതിമയെ ആരാധിച്ചില്ലെങ്കിൽ അടുത്ത നിമിഷം തങ്ങൾ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. തങ്ങളുടെ ജീവിതം ഈ അഗ്നിയിൽ കത്തി എരിയുവാൻ പോവുകയാണ്. അപ്പോൾ അതിനെ ഭയന്ന് രാജാവിൻ്റെ കൽപ്പനയെ അവരെല്ലാവരും സാഷ്ടാംഗം വീണ് ആ പ്രതിമയെ ആരാധിച്ച് രാജാവിൻ്റെ കൽപ്പന പാലിച്ചു. രാജാവിന് വലിയ സന്തോഷമായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഏതാനും ചില പ്രജകളിൽപ്പെട്ടവർ അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞു, മഹാരാജാവേ,
അങ്ങ് പുറപ്പെടുവിച്ച ഈ കൽപ്പന എല്ലാവരും പാലിച്ചു. എല്ലാവരും ഈ പ്രതിമയെ ആരാധിച്ചു, അങ്ങയുടെ കൽപ്പന പാലിച്ചു. എന്നാൽ 2-3 ചെറുപ്പക്കാര് ഇതിൽ നിന്നും മാറി നിൽക്കുകയാണ്. അവര് ഈ പ്രതിമയെ ആരാധിക്കുവാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ആരാണത്? അവരെ ഉടൻ തന്നെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ഈ 3 ചെറുപ്പക്കാരെയും കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ പേരുകൾ നമുക്കറിയാം. ശദ്രാക്ക്, മെഥേക്ക്, അബേദ്നെഗോ. ഈ 3 ചെറുപ്പക്കാരും അവര് ദൈവത്തിൻ്റെ ശുശ്രൂഷകരായിരുന്നു. കൊട്ടാരത്തിലെ കാര്യവിചാരിപ്പുകാരായ ദേശാധിപതികളായിരുന്നുവെങ്കിലും ഈ പ്രതിമയെ ആരാധിക്കുവാൻ അവർ കൂട്ടാക്കിയില്ല. അവരെ രാജാവ് തൻ്റെ അരികിലേക്ക് വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, രാജവിളംബരം നിങ്ങൾ കേട്ടതല്ലേ? അവർ പറഞ്ഞു, അതെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രതിമയെ ആരാധിക്കാതെ മാറി നിൽക്കുന്നത്? ആരാധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ശിക്ഷയെന്ന് നിങ്ങൾക്കറിയില്ലേ? ഏത് ദൈവമാണ് നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കടന്നു വരിക? അപ്പോൾ ഈ 3 ചെറുപ്പക്കാരും ഒരേ സ്വരത്തിൽ രാജാവിനോട് പറയുകയാണ്, അല്ലയോ നെബൂഖദ്നേസർ രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഇതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാ. അവിടുന്ന് നിന്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും. ഇനി അഥവാ അവൻ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ നീ നിർമ്മിച്ച ഈ പ്രതിമയെ ആരാധിക്കുകയില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ 3 ചെറുപ്പക്കാരും അവർ വളരെ ധൈര്യസമേതം അവരുടെ എല്ലാ ശക്തിയോടും കൂടി രാജാവിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് കടന്നു വരികയാണ്. അവർക്ക് വേണമെങ്കിൽ ഈ രാജാവിൻ്റെ പ്രതിമയെ ആരാധിച്ചിരുന്നുവെങ്കിൽ അവരെ ബാബിലോൺ ദേശത്തിൻ്റെ ദേശാധിപതികളായിട്ട് നിയമിച്ച രാജാവ് കൂടുതൽ പ്രമോഷൻ അവർക്ക് നൽകുമായിരുന്നു. കൂടുതൽ ഉദ്യോഗ കയറ്റവും പ്രതിഫലവും ഒക്കെ അവർക്ക് നൽകുമായിരുന്നു. എന്നാൽ അതിനെയൊന്നും കാര്യമായി പരിഗണിക്കാതെ അവർ യഹോവയുടെ ദാസരാണ്, സത്യദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തോടുകൂടി രാജാവിൻ്റെ എരിയുന്ന തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടുവാനും തയ്യാറായിക്കൊണ്ട് അവർ അവിടെ വിശ്വാസത്തിന് സാക്ഷികളായി തീരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നീട് സംഭവിച്ചതെല്ലാം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അവരെ രാജാവ് അഗ്നികുണ്ഡത്തിൽ എറിയുന്നതും അഗ്നികുണ്ഡത്തിൽ നിന്ന് അവർക്ക് യാതൊരു വിധത്തിലുള്ള പൊള്ളലും ഏൽക്കാതെ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് അവരെ സംരക്ഷിക്കുന്നതുമെല്ലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അഗ്നിയുടെ മധ്യത്തിൽ അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമുക്കറിയാം, ഇതുപോലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളുമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന സന്ദർഭങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-9 തിരുവചനം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അപ്പോൾ തന്നെ ഉത്തരം തരുന്നൊരു ദൈവത്തെയാണ്. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലേക്ക് ഉടനെ തന്നെ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ വിശ്വാസം മാറ്റുരച്ച് നോക്കപ്പെടുന്ന ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ, ഇതുപോലുള്ള അവസരങ്ങളിൽ ഈ 3 ചെറുപ്പക്കാരെ പോലെ ധൈര്യസമേതം നമുക്ക് പറയുവാൻ സാധിക്കുമോ? എൻ്റെ ദൈവം ഈ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചില്ല എങ്കിലും, ഈ ഒരു പരാജയത്തിൽ നിന്നും എന്നെ രക്ഷിച്ചില്ല എങ്കിലും, ഈ ഒരു ജീവിതത്തിൻ്റെ കടക്കെണിയിൽ നിന്നും എനിക്ക് മോചനം നൽകിയില്ല എങ്കിലും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കും. അതെ, എനിക്ക് അനുഗ്രഹം തരുന്ന ഒരു ദൈവത്തെ മാത്രമല്ല, എൻ്റെ അനുഗ്രഹങ്ങൾക്ക് കാലവിളംബം സംഭവിക്കുമ്പോഴും എൻ്റെ ദൈവത്തെ ദൈവമായി കാണുവാൻ,
എൻ്റെ ദൈവത്തിൻ്റെ ശക്തിക്ക് ഒട്ടും കുറവില്ല. ആ സർവശക്തനെ ആരാധിക്കുവാൻ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈ ചെറുപ്പക്കാരുടെ അനുഭവം, ഈ 3 യുവാക്കളുടെ അനുഭവം നമുക്ക് ശക്തി പകരുകയാണ്. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ജീവിതത്തിൻ്റെ നല്ലൊരു പ്രായത്തിലേക്ക് കടന്നപ്പോൾ ക്യാൻസർ രോഗബാധിതനായി തീർന്നു. ഈ രോഗത്തിന് വേണ്ടി പല ചികിത്സകളും ചെയ്തു. എന്നാൽ സൗഖ്യം ലഭിക്കുന്നില്ല. നില ഓരോ ദിവസവും കൂടുതൽ വഷളായി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, സഹോദര, നീ എൻ്റെ കൂടെ വരിക, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അവിടെ കടന്നു വരുന്ന എല്ലാവർക്കും സൗഖ്യം ലഭിക്കുന്നുണ്ട്. അവിടെ കടന്നു വരുന്ന എല്ലാ രോഗികളും സുഖം പ്രാപിക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൻ ഇവൻ പോകാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇവൻ കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഈ മകന് മനസ്സിലായി, അത് തൻ്റെ വിശ്വാസത്തിന് ചേരുന്ന ഒരു സ്ഥലമല്ല. താൻ വിശ്വസിക്കുന്ന ദൈവത്തിനെതിരായിട്ടുള്ളൊരു സ്ഥലമാണ്. താൻ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങൾക്കെതിരായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ സൗഖ്യങ്ങളൊക്കെ പലതും നടക്കുന്നുണ്ട്. ഉടനെ ആ മകൻ പറഞ്ഞു, സഹോദര, ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് ഈ രോഗത്തിൽ തന്നെ മരിക്കുവാൻ സന്നദ്ധനാണ്. എങ്കിലും എൻ്റെ ദൈവത്തിനെതിരായിട്ട്, എൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് നിലകൊള്ളുവാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഞാൻ എൻ്റെ ഈ രോഗത്തിൽ തന്നെ എൻ്റെ ദൈവത്തിനു വേണ്ടി ഈ രോഗം സഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നുകൊള്ളാമെന്ന് ആ സഹോദരൻ പറയുകയുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, ഇതാണ് ഒരു ദൈവമകൻ അല്ലെങ്കിൽ ഒരു ദൈവമകളുടെ നിലപാടെന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ സൗഖ്യങ്ങൾ ലഭിക്കുമ്പോൾ, ജീവിതത്തിൽ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴെല്ലാം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനും വളരെ എളുപ്പമാണ്. എന്നാൽ ഈ 3 ചെറുപ്പക്കാർ പറഞ്ഞു, അവർക്കറിയാം ഈ തീകൂട്ടത്തിലേക്ക് തങ്ങൾ വീണ് കഴിഞ്ഞാൽ തങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത് തങ്ങൾ ഉടൻ തന്നെ അഗ്നിക്കിരയാക്കുകയാണ്. അവിടെ അത്ഭുതകരമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും എന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ളൊരു വിശ്വാസത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ആ മക്കൾ കടന്നു വരികയാണ്. അതുകൊണ്ട് അവർക്ക് ആ തീച്ചൂള വലിയ അഭിഷേകത്തിൻ്റെ തീച്ചൂളയായിട്ട് മാറി. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ തരുന്ന കുളിർക്കാറ്റ് അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ജലകണങ്ങളാൽ ചുറ്റപ്പെട്ട് അഗ്നിയുടെ ഒരു പൊരി പോലും അവരുടെ ശരീരത്തെയോ അവരുടെ വസ്ത്രത്തെയോ ബാധിക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ആ അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങി വന്നു. അവിടേക്ക് കടന്നു വന്ന മറ്റെല്ലാവരും ദഹിപ്പിക്കപ്പെട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ യുവാക്കൾ ആ തീച്ചൂളയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? അവർ അഗ്നിയിലേക്കല്ല നോക്കിയത്, മറിച്ച് തങ്ങൾ വിശ്വസിക്കുന്ന തങ്ങളുടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ അഗ്നികുണ്ഡത്തിൽ നിന്നും തങ്ങളെ ഞെരുക്കുന്ന പീഡകളിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് അവർക്ക് സാധിച്ചതുകൊണ്ട് അവിടെ അവർ ആ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, രോഗം വരുമ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് രോഗത്തിലേക്കാണ്. പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് പരാജയത്തിലേക്കാണ്. കടബാധ്യതകൾ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് കടത്തിലേക്കാണ്. എന്നാൽ അവിടെ നമുക്ക് മോചനം തരുന്ന, അല്ലെങ്കിൽ അവിടെയും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, അവിടെയും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നാം നോക്കിയാൽ നമുക്കറിയാം അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ ആ കാരാഗ്രഹവും അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ അവസ്ഥകളും ഈ പരാജയവുമൊക്കെ അഭിഷേകത്തിൻ്റെ അഗ്നികുണ്ഡങ്ങളായിട്ട്, നെരിപ്പോടുകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് വചനം നമ്മോട് പറയുന്നത്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 3:17 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും.
ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ വെളിച്ചത്തിൽ, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും വെളിച്ചത്തിലല്ല നമ്മൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കേണ്ടത്. ആ അനുഗ്രഹങ്ങൾ തീർന്നു കഴിയുമ്പോൾ, അടുത്ത വേദനകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, വീണ്ടും നമുക്കറിയാം നമ്മൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകും. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതൽ, അവൻ്റെ ജീവിതത്തിൽ വേദനകളും പ്രതിസന്ധികളും തകർച്ചകളും പരാജയങ്ങളും കടന്നു വരുമ്പോഴും അവൻ കുനിഞ്ഞ് ഇതിലേക്ക് നോക്കുകയില്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിങ്കലേക്ക് നോക്കും. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അതെ, ഈ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുകയാണെങ്കിൽ അവിടുന്ന് നൽകുന്ന സമാധാനം സ്വീകരിക്കുവാനായിട്ട്, അവിടുന്ന് നൽകുന്ന ശാന്തി സ്വീകരിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയും. ഈ രാത്രിയിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ജീവിതം ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതം ഇതിലൂടെയാണ്, ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്? എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എത്രയാണ്? അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത്? അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഞാൻ എൻ്റെ ദൈവത്തിന് സാക്ഷ്യം നൽകുന്നത്? അതോ ആ 3 ചെറുപ്പക്കാരെ പോലെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും, ഈ രക്തസാക്ഷിത്വം വരിക്കേണ്ട അവസ്ഥകളിലും എൻ്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട്, എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട്, അവനെ തള്ളിപ്പറയാതെ നീ മാത്രമാണ് എൻ്റെ രക്ഷകൻ എന്ന് ഏറ്റുപറയുവാനുള്ള വിശ്വാസത്തിൻ്റെ ചങ്കുറപ്പ് പ്രിയപ്പെട്ടവരെ, അത് കർത്താവാണ് നമുക്ക് നൽകുന്നത്. ഈ രാത്രിയിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പൗലോസ്ലീഹ പറയുന്നില്ലേ, യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്തുവാനായിട്ട് സാധിക്കും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇതിനൊന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും എന്നെ അകറ്റുവാനായിട്ട് സാധിക്കുകയില്ല. ജീവിതത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകൾ വരും, പട്ടിണിയുടെ അവസ്ഥകൾ വരും, ക്ലേശത്തിൻ്റെ അവസ്ഥകൾ വരും, പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടെയൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ശ്ലീഹ പറയുന്നത് പോലെ, ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ അവസ്ഥ, ഒരുപക്ഷെ ഇതുവരെയും ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗത്തിൻ്റെ അവസ്ഥ, ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഒത്തിരിയേറെ തവണയായി എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഞാൻ ഈ ആഗ്രഹങ്ങളുമായിട്ട് കടന്നു വരുന്നു, പക്ഷേ ഇപ്പോഴും അത് നിറവേറപ്പെടുന്നില്ല. ഇപ്പോഴും എനിക്ക് പ്രതിസന്ധികളുണ്ട്, ഇപ്പോഴും എൻ്റെ ജീവിതത്തിലെ കുറവുകളുണ്ട്. പക്ഷേ ശ്ലീഹ പറയുകയാ, ഇതിനൊന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്നും എന്നെ അകറ്റുവാനായിട്ട് സാധിക്കുകയില്ല. ഇതിനൊന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നും എന്നെ അകറ്റുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവരിതുപോലുള്ളൊരു ആനന്ദം അനുഭവിച്ചത്? ഈ ലോകത്തിൽ തീരുന്നതായിരുന്നില്ല ആ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന നിത്യജീവന് വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹം. അതുകൊണ്ടാണ് രക്തസാക്ഷികൾക്കെല്ലാം ഈ ലോകത്തിൽ വെച്ച് തങ്ങളുടെ ജീവിതത്തെ കർത്താവിനു വേണ്ടി ഈ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുവാനും, അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുവാനും, ഏത് അവസ്ഥയിലേക്ക് നീങ്ങുവാനും അവർക്ക് മടിയില്ലാതെ വന്നത്. അതുകൊണ്ടാണ് അവർ ലക്ഷ്യം വെച്ചത് വരാനിരിക്കുന്ന ലോകത്തെയാണ് അവർ ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് ഈ ലോകത്തിലെ പട്ടിണിയും നഗ്നതയും ആപത്തും അല്ലെങ്കിൽ രോഗങ്ങളും പീഡനങ്ങളും ഒന്നും അവരുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അത് ഏശിയില്ല. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. വെളിപാട് 7-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വലിയൊരു ജനക്കൂട്ടം കുഞ്ഞാടിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. വെള്ളയങ്കി അണിഞ്ഞ് കയ്യിൽ കുരുത്തോലയും പിടിച്ച് അവരിതാ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നു. ആരാണ് അവര്? ശ്രേഷ്ഠന്മാർ ചോദിക്കുന്നുണ്ട്, ആരാണ് അവര്? അപ്പോൾ അവിടെ പറയപ്പെടുന്ന ഉത്തരം ഇതാണ്: ഇവരാണ് വലിയ ഞെരുക്കത്തിലൂടെ കടന്നു വന്നവര്.
വലിയ ഞെരുക്കത്തിൽ നിന്ന് കടന്നു വന്നവര് ഇവരാണ്. ഇവരുടെ വസ്ത്രങ്ങൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകിയ വസ്ത്രമണിഞ്ഞവരാണിവര്. അവര് കുഞ്ഞാടിൻ്റെ ഭവനത്തിൽ എക്കാലവും വസിക്കും. ദൈവ ശുശ്രൂഷകരായി ദൈവത്തിൻ്റെ ആലയത്തിൽ അവർ വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ നിസ്സാരമായ സങ്കടങ്ങള്, വേദനകള്, രോഗങ്ങള്, ഇതെല്ലാം അല്പകാലത്തെ സഹനങ്ങളാ. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ജോബ് സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോൾ ജോബിന്റെ ഭാര്യ വന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഹേ മനുഷ്യ, ഇനിയും നിങ്ങൾ ദൈവത്തെ വിളിക്കുകയാണോ? ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നിങ്ങൾ പോയി മരിക്കുക. അപ്പോൾ ജോബ് പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നത് പോലെ ഈ തിന്മകളും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല എന്ന തിരുവചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും സഹനങ്ങള്, പ്രതിസന്ധികള്, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വരും. വിപരീത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. എൻ്റെ ദൈവം ഉറങ്ങുകയാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു വരും. പ്രലോഭകൻ ഈശോയെ പരീക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും ചില അഗ്നി പരീക്ഷകൾ കൊണ്ടുവരും. അപ്പോൾ അവിടെ പതറിപ്പോകാതെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളണമെങ്കിൽ ഈ ഒരു ബോധ്യം, അതെ, എന്നെ വിളിച്ചത് ഈ സ്വർഗീയ ജെറുസലേമിലേക്കാണ്. ഈ സഹനങ്ങളിലൂടെ, ഇന്നത്തെ എൻ്റെ ഈ രോഗങ്ങളിലൂടെ, വേദനകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് ലഭിക്കുവാനിരിക്കുന്ന മഹത്വം എന്ന് പറയുന്നത് വലിയ സ്വർഗീയ അനുഭവമാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരവും ക്ഷണികവുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഈ രാത്രിയിൽ സമർപ്പിക്കാം. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിനെതിരായ ചില ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലൂടെ ചിലപ്പോൾ കടന്നു പോകുന്നുണ്ടാകും. എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ എത്രയോ നാളായി നിലകൊള്ളുന്നു. എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എത്രയോ നാളായി ഞാൻ വിശ്വസ്തനായിട്ട് നിലകൊള്ളുന്നു. എങ്കിലും എൻ്റെ പല പ്രാർത്ഥനകൾക്കും ഇപ്പോഴും ഉത്തരം ലഭിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന ചില പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരനെ പോലെ ചില പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടാകും. നീ ഇന്ന സ്ഥലത്തേക്ക് പോവുക, ഇന്ന കാര്യത്തിലേക്ക് നീ കടന്നു പോവുക, അപ്പോൾ നിന്റെ കാര്യങ്ങളെല്ലാം ശുഭമായി തീരും. നിന്റെ ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങളും മാറിപ്പോകും. നിന്റെ ജീവിതത്തിന് വലിയ രക്ഷയുണ്ടാകും. എന്നാൽ ഇത് ശാശ്വതമായ രക്ഷ നമുക്ക് നൽകുന്നില്ല. കുഞ്ഞാടിന്റെ മുൻപില് വെള്ളയങ്കി അണിഞ്ഞ ആ വിശുദ്ധരെ നിൽക്കുന്നത് പോലെ ഒരു നാളിൽ നമ്മളും നിൽക്കേണ്ടവരാണ്. കുഞ്ഞാടിന്റെ രക്തത്താല് നമ്മുടെ സഹനങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെണ്മയാക്കി അവനെ ആരാധിക്കേണ്ടവരാണ് നമ്മളും. അതേ പൗലോസ്ലീഹായെ പോലെ നമുക്കും പറയുവാൻ സാധിക്കണം, എന്റെ ജീവിതത്തിലെ ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു തന്നെ വന്നാലും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഇതിനൊന്നും എന്നെ അകറ്റുവാനായിട്ട് സാധിക്കുകയില്ല. എന്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. ഇരു കരങ്ങളും തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. ആ 3 ചെറുപ്പക്കാര് പറഞ്ഞതുപോലെ ഈ പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഈ പരാജയത്തിൽ നിന്നും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഈ കടബാധ്യതകളിൽ നിന്നും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ മോചിപ്പിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം അത് അനുവദിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ അതിനും ഞങ്ങൾ സമ്മതിക്കുന്നു. അതിൽ ഞങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടുന്നു. ദൈവ തിരുമനസ്സോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കൊടുക്കുക. വിശ്വാസത്തിന്റെ മാറ്റം നോക്കുന്ന ഓരോ നിമിഷങ്ങളെയും ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. ദൈവമുഖത്തേക്ക് ഒരു ദൈവ പൈതലിനെ പോലെ കണ്ണുകൾ ഉയർത്തുക. അപ്പന്റെ മുഖത്തേക്ക് നോക്കുക.
അപ്പന്റെ മകനാണ് ഞാൻ, അപ്പന്റെ മകളാണ് ഞാൻ. എന്റെ അപ്പനെ ഞാൻ തള്ളി പറയുകയില്ല. അവൻ എനിക്ക് അനുവദിക്കുന്നതെല്ലാം എന്റെ നന്മയ്ക്കായിട്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണീർ കൂടി ചെന്നാലും ദേഹി ദുഃഖത്താ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വെച്ചിടും കുഞ്ഞാടിന്റെ ഭവനത്തിൽ കാലവും വസിക്കുവാൻ നമുക്ക് സാധിക്കും. ശ്വാസം വരെ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ഞാൻ യേശുവിനാൽ ജീവിതത്തെക്കാൾ ഉപരിയായി ജീവൻ ജീവിതത്തിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. രക്ഷകൻ അന്ത്യശ്വാസം വരെ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ലൂക്കായുടെ